ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു ജോലിയുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ജോലിയാണ്. അപ്പം നമ്മളത് ഇന്ന് എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ ഗാർഡൻ ഫുൾ സെറ്റാക്കണം. അപ്പം ശർമ്മ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇന്ന് താമസിച്ച് എഴുന്നേറ്റ് വന്നു ശർമ്മ കൂടെ. അത് പുള്ളിക്കാരൻ ഇന്നലെ ഞായറാഴ്ച കൊണ്ട് എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെ ഓരോ കാര്യത്തിനൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം വന്നപ്പോഴേക്കും തിരിച്ചു പോകുന്ന വഴി കുറ്റിക്കാട്ടിലൊക്കെ കയറിയാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു കേട്ടോ. ആ കമ്പിയിൽ കാലങ്ങോട്ട് വേലിക്കമ്പിയായിരുന്നു, മറ്റേ വേലി കെട്ടുന്ന കമ്പിയിൽ. ഞാനും അത് കണ്ടില്ല. അപ്പോൾ അതിൽ കാല് കുത്തി കീറി. ഇത് ശർമ്മയുടെ ചെരുപ്പ്, അവൻ്റെ ബെൽറ്റ്, കത്രിക ഇതെല്ലാം വലിച്ചുകൊണ്ട് വരുക. മിറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പൂവൊന്ന് വിതറി കൊളഞ്ഞിട്ടേക്കും. ഒന്ന് കുലുക്കിയാൽ മതി, അപ്പോൾ എല്ലാം കൂടി താഴത്തോട്ട് വീഴും. നല്ല രസമല്ലേ? എല്ലാ വീടുകളിലും കാണാമല്ലേ ഈ പൂ ഇങ്ങനെ കിടക്കണം. അതെന്നും രാവിലെ ഇങ്ങനെ കുലുക്കിയിടുന്നതാണ് കേട്ടോ. അപ്പോൾ ചെടിയിലും ഉണ്ട്, മുറ്റത്തും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജോലി. അപ്പം ഗാർഡൻ സെറ്റിങ്സിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് മണി പ്ലാന്റ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഒരു പച്ചപ്പ് തോന്നുമല്ലോ. അപ്പം ഗാർഡൻ സെറ്റ് ചെയ്യാൻ തീരുമാനിക്കണവരൊക്കെ ഇത് മണി പ്ലാന്റ് വെച്ചോ. അപ്പം പെട്ടെന്ന് ഏരിയ നമുക്കൊരു ഇതായിട്ട് കാണാൻ പറ്റും നന്നായിട്ട്. അപ്പം എൻ്റെ കൂടെ 2 പേരും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്ക് വേറെ പേടിക്കൊന്നും വേണ്ട, ഞാൻ തന്നെയുള്ളത്. ശർമ്മയ്ക്ക് വയ്യാഞ്ഞോണ്ട്, അല്ലെങ്കിൽ അവൻ വന്നേനെ. പിന്നെ അത് 2-3 പെട്ടെന്ന് ഇത് വളർന്നു കയറിപ്പോയത്. ഞാൻ നേരത്തെ കണ്ടപ്പോൾ ചെറുതായിരുന്നു. 2-3 ആഴ്ചക്ക് മുമ്പൊക്കെ ആണ് കണ്ടല്ല പറിക്കാമെന്ന് വിചാരിച്ചു. അത് ഇപ്പം ചെന്ന് നോക്കുമ്പോഴേക്കും ആളങ്ങ് വലുതായി. പിന്നെ ഞാൻ അത്രയും വെച്ച് മുറിച്ചുകൊണ്ട് വന്ന് 2 എടുത്ത്, 2 ഒരു ചെറുതും എടുത്തു. ഇൻഡോറും വെക്കാം 2. പോട്ട് വാങ്ങിക്കണം. ഇൻഡോർ വെക്കണമെങ്കിൽ നല്ല പോട്ട് വാങ്ങിക്കണ്ടേ, നമുക്ക് അത് വാങ്ങിക്കണം. അപ്പം ഇത് 2 മുറ്റത്ത് വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 1 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരോട് പറയായിരുന്നു അലമ്പാക്കരുത്, കടിച്ച് കളയരുതെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ല ഫ്രണ്ടിലൊക്കെ, ആ സൈഡിലൊക്കെ മൊത്തം നട്ട് വെച്ചേക്കുമായിരുന്നു. അതെല്ലാം ഇവന്മാർ 2 കൂടിയാണ് കളഞ്ഞു. ഇവന്മാർ 2 ടർക്കി, അവർ 3 കൂടിയാണ് ഇതിൻ്റെ പരിപാടിയെല്ലാം നടത്തിയത്. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ ഏരിയയുടെ തന്നെ ഒരു വേറെ ലെവലായി. ഞാൻ അങ്ങോട്ട് തെക്കോട്ട് മാറ്റി കാണിക്കില്ല. അവിടെ കുറേ ഗ്രോ ബാഗും ചാക്കുകളൊക്കെ ഇരിപ്പില്ലായിരുന്നു. ഇനി അവിടെ കൂടി ഒതുക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങോട്ട് കാണിക്കാം. കഴിഞ്ഞ വർഷത്തെ പച്ചക്കറി നട്ടതിൻ്റെ കിറ്റുകളൊക്കെ അവിടെ ഇരിക്കണം. അപ്പോൾ അത് ഇതിൻ്റെ ഭംഗി കുറയ്ക്കും. അപ്പോൾ ഇപ്പോൾ ഇത് കാണാൻ നല്ല രസമില്ലേ? ഇതുപോലെ തന്നെ കേട്ടോ, ഇതിലും രസമാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പം ഭയങ്കര സന്തോഷമായി, വിചാരിച്ച കാര്യം ചെയ്ത്. അപ്പം ശരി, പിന്നെ കാണാം. ബൈ.